പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 22 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം അങ്ങ് കൂടെ ഇരുന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആവശ്യമായ ആരോഗ്യവും ആയുസ്സും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പോയ രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം. കരം ഉയർത്തി പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം. നല്ല ഉറക്കം തന്നതിന് കർത്താവ് സ്വസ്ഥമായി ഉറങ്ങുവാൻ നമ്മളെ സഹായിച്ചില്ലേ? കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവിന് സ്തോത്രം. ഞാൻ ഉണർന്നതല്ല, കർത്താവ് എന്നെ ഉണർത്തിയതാകിയാൽ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ദൈവത്തിൻ്റെ കൃപയാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. ആമേൻ. ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്കായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ അങ്ങയുടെ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതികൾക്കായിട്ട് സ്തോത്രം. അത് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതെ, നമ്മളെല്ലാവരും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഭൂമിയിലായിരിക്കുന്നത്. അപ്പോൾ ആ ദൈവിക പദ്ധതി എന്തെന്നുള്ളത് തിരിച്ചറിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം. അതുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്തത്. കർത്താവെ, ഞങ്ങളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ദൈവിക ഉദ്ദേശങ്ങൾ എന്തെന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനായിട്ട് കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 71 സങ്കീർത്തനം 14 ഇങ്ങനെ പറഞ്ഞു, ഞാൻ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. പ്രത്യാശയുള്ളവർ എന്ത് ചെയ്യും? കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ ആമേൻ നടക്കേണ്ട അത്ഭുതങ്ങൾ നടന്നിരിക്കും, വിഴേണ്ട വിടുതലുകൾ വന്നിരിക്കും, ദൈവിക അനുഗ്രഹങ്ങൾ വെളിപ്പെടും. അപ്പോൾ എനിക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവം തുറക്കുന്ന വാതിലുകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവ് തുറന്നു തരുന്ന പുതിയ റിസോഴ്സുകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ 23-ാമത്തെ വാക്യം പറയാം, ഞാൻ കർത്താവിന് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും കർത്താവ് വീണ്ടെടുത്ത് എൻ്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും. ഒരിക്കലൂടെ കരങ്ങളെ ഉയർത്തി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായിട്ട്, കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി തുറക്കുന്ന പുതിയ വാതിലുകൾക്കായിട്ടൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളിലും ഇന്ന് അപ്പൻ്റെ പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർക്കായി നന്മകളുടെ വാതിലുകൾ ഇന്ന് പകൽക്കാലം തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടാകുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം. അവൻ ശത്രു പ്ലാൻ ചെയ്തിരിക്കുന്ന സകല പദ്ധതികളും ഇന്നത്തെ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ നിർജീവമാക്കി കളയുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ലെന്നുള്ള ദൈവവചന പ്രകാരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശത്രുവിൻ്റെ വാതിലുകളെ ഞങ്ങൾ അടയ്ക്കുന്നു. ദൈവത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ തൻ്റെ കുഞ്ഞുങ്ങൾക്കായിട്ട്. രോഗികൾ ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കട്ടെ. അടിപ്പിടരാനുള്ള സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥതയും പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ ബലവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. അങ്ങ് കരുണയുള്ള കർത്താവ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതേ കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിറഞ്ഞു കവിയട്ടെ. ആമേൻ. കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, ദൈവഹിതപ്രകാരം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായി യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അവരുടെ വേല മുഖാന്തരം ഫലങ്ങൾ ഉണ്ടാകുവാൻ ഇടവരികയും ചെയ്യണം. അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം. വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിന് സ്തോത്രം. കർത്താവ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറന്നു പോകല്ലേ, ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കുന്ന ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവ്
ഓർമ്മയിൽ തന്നിരിക്കുന്നത് സദൃശവാക്യം 13-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. അധരങ്ങളെ പിളർക്കുന്നവൻ എന്തു പറ്റും? നാശം ഭവിക്കും. ഇന്ന് പ്രഭാതത്തിൽ ശലോമോൻ സദൃശവാക്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിൽ ശലോമോൻ എഴുതിയ സദൃശവാക്യങ്ങൾ പ്രധാനമായിട്ട് നമുക്കറിയാം ജീവിതത്തിലുള്ള ദൈവിക ജ്ഞാനം, ദിവ്യജ്ഞാനം, ദൈനംദിന ജീവിതത്തിനുള്ള ദൈവിക ജ്ഞാനമാണ് ശരിക്കും സദൃശവാക്യത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 13-ാമത്തെ അധ്യായത്തിൽ എങ്ങനെ അച്ചടക്കം എങ്ങനെ വേണം, ജ്ഞാനം, ആത്മീയ നിയന്ത്രണം എന്നിവയെ ശക്തിയെക്കുറിച്ചാണ് കൂടുതലായിട്ട് ഈ 13-ാം അധ്യായത്തിൽ പറയുന്നത്. നമ്മൾ ഇന്ന് വായിച്ച വാക്യത്തിനകത്ത് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ വാക്കുകളും നമ്മുടെ ഭാവിയും തമ്മിലുള്ള ബന്ധത്തെ ശലോമോൻ വളരെ എടുത്തു കാണിക്കുക ചെയ്യുന്നത്. നമ്മുടെ വാക്കുകളും നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ വായ്ക്ക് നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കാൻ കഴിയും. നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ ഭാവിയെ അവൻ പണിതെടുക്കാൻ കഴിയും, തകർത്ത് കളയാൻ കഴിയും, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ പറഞ്ഞ് നമ്മുടെ വായ വളരെ പ്രധാനമാണ്. വായെ കാത്തുകൊള്ളുന്നു. അതിൻ്റെ 2-ാമത്തെ വാക്യം പറഞ്ഞ്, തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ എന്ത് ലഭിക്കും? നന്മ ലഭിക്കും. ഇവിടെ പറയുക, വായെ കാത്തുകൊള്ളുന്നവൻ തൻ്റെ പ്രാണനെ, തൻ്റെ ജീവനെ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ കാക്കുക എന്ന പദം ഒരു മിലിറ്ററി വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഗാർഡ് ചെയ്യണം, വാച്ച് ഓവർ ചെയ്യണം. സോൾജിയർ, പട്ടാളക്കാരൊക്കെ ഗേറ്റ് കാക്കത്തില്ലേ, ഈ അതിർത്തികളൊക്കെ കാക്കുന്നത് പോലെ നമ്മുടെ വായെ കാക്കണം. അതായത് നമ്മുടെ വായെന്ന് പറയുന്ന ഒരു ഗേറ്റാണ്, ഒരു വാതിലാണ്. അതിനകത്തുനിന്ന് എന്ത് പുറത്തു വരുന്നു, അല്ലെങ്കിൽ അതിനകത്തോട്ട് എന്ത് കയറിപ്പോകുന്നു, അത് നമ്മുടെ ഭാവിയെ നിശ്ചയമായിട്ടും ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുക. വാക്കുകളെ സൂക്ഷിക്കുന്നത് നമ്മൾ നമ്മുടെ ഭാവിയെ സൂക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ജീവൻ കൊണ്ടുവരുന്നു, സമാധാനം കൊണ്ടുവരുന്നു, ദൈവിക ഫേവറുകളെ കൊണ്ടുവരാൻ കാരണമാകും. അതുകൊണ്ട് നമ്മുടെ വായുടെ മേൽ ദൈവിക നിയന്ത്രണം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം കിട്ടുവാൻ എപ്പോഴും പ്രാർത്ഥിക്കണം. അടുത്തത് നമ്മൾ പറഞ്ഞത് അധരങ്ങളെ പിളർക്കുന്നവന് നാശം ഭവിക്കും. ഈ പിളർക്കുക എന്ന് പറഞ്ഞാൽ ഈ ലൂസ് ടോക്ക്, അതായത് ശ്രദ്ധിക്കാതുള്ള സംസാരങ്ങൾ, എവിടെ വെച്ച് എന്ത് സംസാരിക്കുന്നു എന്നറിയാതെ കെയർലെസ് ആയിട്ട് സംസാരിക്കുക. പിന്നെ നമ്മൾ ഈ സമയം ചില സമയത്ത് ഇത് പറയാൻ പാടില്ലാത്ത വാക്കായിരിക്കും, പക്ഷെ നമ്മളങ്ങ് പറയും. നമ്മൾ ഓവർ ടോക്കിംഗ് ദാറ്റ് വിൽ മേക്ക് പ്രോബ്ലം. ഒരിക്കലും ഓവർ ടോക്കേഴ്സ് ആകാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ അധരത്തെ സൂക്ഷിക്കണമേ, കർത്താവേ എൻ്റെ അധരത്തെ സൂക്ഷിക്കണമേ. അപ്പം നമ്മൾ വാക്കുകൾ സൂക്ഷിക്കുന്നത് അനുസരിച്ചാണ് നമ്മുടെ ഭാവി. അപ്പം വായെ പിളർക്കുന്നവൻ, അതായത് ചുമ്മാ ഇരുന്ന് സംസാരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അവനെ നാശം ഭവിക്കുവാൻ സാധ്യതയുണ്ട്. അവൻ്റെ ഡിമാൻഡ് പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ്റെ മുമ്പിലുള്ള അവൻ്റെ മൂല്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവൻ പറയുന്ന വാക്കുകൾ അവന് ദോഷമായി തീരാൻ സാധ്യതയുണ്ട്. നമ്മൾ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം സ്പിരിച്വൽ വെപ്പൺസാണ്, ആത്മീക ആയുധങ്ങളാണ്. 2, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം വിത്തുകളാണ്. ഇത് 2 രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം. നമ്മൾ ഇടുന്ന വിത്താണ്, നമ്മൾ പറയുന്ന വാക്കുകൾ എന്താകും? വിത്തുകളായിട്ടാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അത് കിളിച്ചു വരും, അത് ഫലം കായ്ക്കും. ഇന്നല്ലെങ്കിൽ വേറൊരു ദിവസം, അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം എന്ത് പറ്റും? അത് നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളെ വളരെ സൂക്ഷിക്കണം. പണ്ടൊരിക്കലും ഒരു സഹോദരി നിരന്തരമായിട്ടൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവസാനം അവരൊരു ദൈവദാസൻ്റെ അടുക്ക ചെന്ന് ചോദിച്ചു, ദൈവദാസനെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു വിടുതൽ കിട്ടുന്നില്ല. ഉടനെ പുള്ളി ചോദിച്ചു, സിസ്റ്റർ പ്രാർത്ഥിച്ച് കഴിയുമ്പം പറയുന്ന വാക്കെന്നു, ഇതൊന്നും നടക്കില്ല, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ എങ്ങനെ ശരിയാകും? നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അത് നടന്നതിനായിട്ട് സ്തോത്രം പറ. നിങ്ങൾ നോക്കുമ്പോൾ സാഹചര്യം മോശമായിരിക്കാം, നിങ്ങൾ നോക്കുമ്പോൾ ഇതിന് യാതൊരു ഒരു സാഹചര്യവും നിങ്ങൾ കാണുന്നില്ല, പക്ഷേ നിങ്ങൾ മൗനമായിരിക്കാതെ കർത്താവിന് സ്തോത്രം പറയുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കും എന്ന് പറഞ്ഞ് അതിന് ശേഷം വളരെ അധികം സമയമാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പം നമുക്ക് ഒരു പരിധിക്കപ്പുറത്തോട്ട് ഉയരണമെങ്കിൽ നമ്മുടെ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അനുസൃതമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും നമ്മുടെ ജീവിതത്തിൽ താഴ്ചകളും സംസാരിക്കുന്നത്. അപ്പം നമ്മൾ എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരുന്നാലും പറ്റത്തില്ല, പറയേണ്ട കാര്യങ്ങൾ പറയണം. അതായത് ആത്മമണ്ഡലത്തിൽ, സ്പിരിച്വൽ വേൾഡിനകത്ത് നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. പക്ഷേ അനാവശ്യമായ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ഭാവിയെ തകർത്ത് കളയാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവവചനം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് ഭയങ്കര മൂർച്ചയുള്ള ആയുധമായി മാറും. അതെന്ത് ചെയ്യും? അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഭാവിയെ നല്ലതിലേക്ക് കൊണ്ടുവരാൻ കാരണമാകും, അല്ലെങ്കിൽ തകർത്ത് കളയാൻ കാരണമാകും. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധയോടെ വേണം സംസാരിക്കാൻ. അതുകൊണ്ട് ദാവീദ് എപ്പോഴും
ഓരോരുത്തരും പ്രാർത്ഥിച്ച് എൻ്റെ വായിക്ക് എൻ്റെ അതിർദ്വാരത്തെ കാക്കണമേ, എൻ്റെ വായിക്ക് ഒരു കാവൽ നിർത്തണമേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മളും ചിന്തിക്കണം, കർത്താവേ, ഞാൻ പറഞ്ഞ വാക്കുകൾ എവിടെയെങ്കിലും എന്നിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വായിൽ നിന്ന് വന്ന ചില വാക്കുകൾ അതെനിക്ക് ദോഷമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ വാക്കുകളുടെ ശക്തിയെ ഞാൻ നിർജ്ജീവമാക്കി കളയുക. എൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ദൈവഹിതമല്ലാതെ ഞാൻ പറഞ്ഞത്, എൻ്റെ വായിൽ നിന്ന് വന്ന അനാവശ്യമായ ലൂസ് ടോക്കുകൾ, നെഗറ്റീവ് ടോക്കുകൾ ഒക്കെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിർജ്ജീവമായി പോകട്ടെ. കുടുംബത്തെ നോക്കി പറഞ്ഞത്, ജോലിയെ നോക്കി പറഞ്ഞത്, ദേശത്തെ നോക്കി പറഞ്ഞ് ചില ലൂസ് ടോക്സ് എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അതൊക്കെ നിർജ്ജീവമായി പോകട്ടെ. അവൻ കുടുംബത്തെ നോക്കി നല്ലത് പറയണം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ നോക്കി നല്ലത് പറയണം, നിങ്ങളായിരിക്കുന്ന ദേശത്തെ നോക്കി നല്ലത് പറയണം. നിങ്ങളുടെ വാക്കിന് പവറുണ്ട്. നമ്മൾ പറയുമോ ഇവിടൊന്നും ശരിയാവില്ല, അല്ലെങ്കിൽ ഈ കമ്പനി ശരിയല്ല, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തന്നെയാണ് ആ കമ്പനിയെ നശിപ്പിക്കുന്നത്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നല്ല വാക്കുകളായി തീരട്ടെ. അവൻ ജീവിപ്പിക്കുന്ന വാക്കുകളായി തീരട്ടെ, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന വാക്കുകളായി തീരട്ടെ. അവൻ ജീവനും അവൻ മരണവും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ ജോലിയെ നോക്കി, നിങ്ങളുടെ ദേശത്തെ നോക്കി, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകളെ നോക്കി ദൈവിക ഹിതത്തെ വിളിച്ചു പറയുക. നമ്മളാരും തകർന്നു പോകണമെന്നല്ല ദൈവഹിതം, നമ്മളാരും താന്നു പോകണമെന്നല്ല ദൈവഹിതം. അപ്പം ദൈവഹിതത്തെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങളെ സംഭവിക്കും. നമുക്കൊന്ന് ചെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വായിൽ നിന്ന് വന്ന ആമേൻ തെറ്റായ വാക്കുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ആ വാക്കുകളുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ നിർജ്ജീവമാക്കി കളയുന്നു. ഞങ്ങളുടെ ദേശത്ത് നിന്ന് അത് നിർജ്ജീവമാക്കി കളയുന്നു. കർത്താവേ, ഇന്ന് മുതൽ ഞങ്ങളുടെ അധരത്തിൽ നിന്ന് ദൈവഹിതമായ വാക്കുകൾ മാത്രം വരട്ടെ, ദൈവഹിതമായ വാക്കുകൾ മാത്രം വരട്ടെ. കുഞ്ഞുങ്ങളെ നോക്കിയാണെങ്കിലും, കുടുംബത്തെ നോക്കിയാണെങ്കിലും, ദേശത്തെ നോക്കിയാണെങ്കിലും ദൈവഹിതം മാത്രം സംസാരിപ്പാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ ശ്രദ്ധയോടുകൂടെ സംസാരിക്കുക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുവെങ്കിൽ ചിലർക്കൂടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ നാവ് ഒന്ന് കൺട്രോൾ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.